കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ 8 എനിക്ക് തോന്നുന്നു. നിങ്ങൾ പിന്നെ വായിച്ച സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ നിങ്ങളോട് അറിയിപ്പാൻ എനിക്ക് സന്തോഷമുണ്ട്. അടുത്ത വാക്യം എനിക്കൊന്ന് പെരുത്ത ഇഷ്ടമാ. കഷ്ടത എന്ന കഠിനശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധി. കഠിനശോധനയിലായിരുന്നിട്ട് കഷ്ടത തന്നെ കഷ്ടതയാ. അപ്പൊ പിന്നെ കഠിനശോധനയും കൂടെ വന്നാലോ? ഓ ഞാൻ അവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്ക് ദോഷം ചെയ്യുവാൻ. ഓ ഞാൻ അവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലെനിക്ക് ദോഷം ചെയ്യുവാൻ. യേശുവിന്റെ കയ്യിൽ നിന്ന് എന്നെ പിടിച്ചു പറിച്ച് ആക്രമിക്കാൻ കരുത്തുള്ള ഒരു വ്യാപാരവും ഇവിടെ ഇല്ല. ഹല്ലേലൂയ. ഞാന് പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറഞ്ഞിട്ട് ദൂതിന്റെ ഗൗരവത്തിലേക്ക് വരാം. എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. തീരുമ്പം നിർത്തും, അല്ലെ നിർത്തുമ്പം തീരും. ശ്രദ്ധിച്ചിരിക്കണേ. ആമേൻ. ഈ ദൈവപുത്രന്മാരോടുകൂടെ യഹോവയുടെ സന്നിധി സാത്താൻ നിൽക്കാൻ ചെന്നു എന്ന് ഞാൻ വായിച്ചത് ബാലരമേന്നല്ല, ബൈബിളേന്നാ. ഒന്നുകൂടെ പറയട്ടെ. ദൈവപുത്രന്മാരോടുകൂടെ യഹോവയുടെ മുമ്പിൽ സാത്താൻ നിൽക്കാൻ ചെന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? സാത്താൻ ഈസി ആയിട്ട് സ്വർഗത്തിൽ കയറിയെന്ന്. ഹല്ലേലൂയ. ഈയിടെ ഒരു മാസത്തിൽ 4 ഞായറാഴ്ച ഉണ്ടെങ്കിൽ 3.25 ഞായറാഴ്ച സഭായോഗത്തിന് പോകാത്ത നമ്മൾ ശാസിക്കുക സാത്താനെ അതിര് വിട്ടു പോകാൻ. എവിടെ പോകാനാ? എവിടെ പോകാനാ? ദൈവസന്നിധി കയറി നിന്നു ഈ പുള്ളി ദൂതന്മാരോട് കൂടെ. എന്നിട്ട് ഈ സാത്താനെ നോക്കി വെച്ച് തമ്പുരാനൊരു ചോദ്യം, എവിടുന്നാ വരുന്നത്? പറഞ്ഞ ഭൂമി മുഴുവൻ ഊടാടി സഞ്ചരിച്ചേരി വരിക. തമ്പുരാൻ ചോദിച്ചൊരു ചോദ്യം കേൾക്കുന്നുണ്ടോ? യോബിന്റെ മേൽ നിട്ട് വെച്ചോ? അന്നേരം പറഞ്ഞു, ഓ അത് പറ്റുന്നില്ലെന്ന്. അത് പറ്റുന്നില്ല. ആ വാക്യം സത്യമാണെങ്കിൽ ഞാനൊരു വ്യാഖ്യാനം പറയട്ടെ. സ്വർഗത്തിൽ കയറാം സാത്താന്, യോബിന്റെ വീട്ടിൽ കയറാൻ മേല. ഒരു വാക്ക് ഞാൻ കയറ്റി പറയുകയാ. ഒരു പക്ഷേ സ്വർഗത്തെക്കാൾ സെക്യൂരിറ്റിയാണ് ഒരു ഭക്തന്റെ വീടിന്. ഹല്ലേലൂയ. ഞാൻ പുസ്തകം കൊണ്ട് വ്യാഖ്യാനിച്ചതാ. ഞാൻ വേറെ ഒന്നും എടുത്തോണ്ട് വന്നതല്ല. സ്വർഗത്തിൽ കയറിയ സാത്താൻ പറയുക, എനിക്ക് യോബിന്റെ വീട്ടിൽ കയറാൻ വേണമെന്ന് പറഞ്ഞാൽ എന്റെ വിശ്വാസം സ്വർഗത്തെക്കാൾ സെക്യൂരിറ്റിയാണ്. അവൻ ഭക്തന്